ഇത്തിരി സ്ഥലത്ത് ഒത്തിരി പ്ലാന്റുകൾ. 10 സെൻറ്റ് സ്ഥലത്ത് വീട് കഴിഞ്ഞാൽ എത്ര പ്ലാന്റ്സ് വെക്കായിരിക്കും? ഇത്രയൊക്കെ വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇത് അവക്കാഡോയാണ്, വിത്തിട്ട് മുളപ്പിച്ചതാണ്. ഇതുവരെയും കായൊന്നും ഉണ്ടായിട്ടില്ല. 4 വർഷമായി. ഓരോ സീസണിലും വിത്തിലോട്ട് നോക്കിയിരിക്കുന്നു, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പപ്പായ. സപ്പോട്ടയിൽ നിറയെ കായ ഉണ്ടാകുന്നതാണ്. എപ്പോഴും തന്നെ കാണും 2-3 ഒക്കെ. സീസണാകുമ്പം നിറയെ ഉണ്ട്. ഇത് പേരയിലും ഇപ്പം ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ട്. ഇവത്തേലും ഒരുപാട് കായ ഉണ്ടാകുന്നതാണ്. ഇത് ഓളോളിക്ക ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത് ഓറഞ്ച്, ചൈനീസ് ഓറഞ്ചോ അങ്ങനെ മറ്റാണ്. ഇത് മുള്ളാത്ത, നിറയെ കായ ഉണ്ടാകുന്ന മുള്ളാത്തയാണ്. നല്ല വലിപ്പമുള്ള കായ്കളാണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ച് പുളിയും കുറച്ച് മധുരമൊക്കെ ആയിട്ട്. ഇത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുന്നു. ഇത് റംബുട്ടാനിലും കായ്കളുണ്ട്. ഇപ്പോൾ സീസണാണല്ലോ, പക്ഷേ ഇവിടെ ഒരുപാടില്ല. ഇതിങ്ങനെ ഇവിടെ മുറ്റത്ത് നിൽക്കുന്നതുകൊണ്ട് വണ്ടി തിരിക്കാനൊക്കെ പാടായതുകൊണ്ട് ഇതിൻ്റെ ചില്ലകളെല്ലാം കുറേ വെട്ടിക്കളഞ്ഞ്. അങ്ങനെയാണത് വലിപ്പം കുറഞ്ഞു പോയി കൊണ്ട് കായ്കൾ കുറവാണ്. പിന്നെ ഇത് ആര്യവേപ്പ് ഫ്രൂട്ട്സ് പ്ലാന്റ് അല്ല, പക്ഷേ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള മെഡിക്കേറ്റഡാണ്. ഇത് നെല്ലി, 2 നെല്ലിയുണ്ട്. നല്ല രസമാണ് നെല്ലി നിൽക്കുന്ന കാണാൻ. ഇതുവരെയും കായ്ച്ചിട്ടില്ല, പക്ഷേ ഒരുപാട് ഇലകളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കും. ഒരു പ്രത്യേക ഭംഗിയുണ്ട് നെല്ലി കാണാനായിട്ട്. ഇത് ചാമ്പ. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അധികം ചാമ്പയ്ക്കൊന്നുമില്ല, എന്നാലും എപ്പോഴും കാണും. ഇതുപോലെ 3-4 ഒക്കെ എപ്പോഴും കാണും. സീസണിൽ നിറയെ ഒരുപാട് ഒത്തിരി ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലൊരു മുരിങ്ങ നിൽപ്പുണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റ് അല്ല, ഇത് വിയറ്റ്നാം എയർലി പ്ലാവ്. നിറയെ ചക്ക ഉണ്ടായതാണ്. ഇപ്പോൾ തീർന്നു, എല്ലാം ഉണ്ടായി തീർന്നു. ഒരുപാട് ചക്ക ഉണ്ടാകും ഇതിൽ. ഇത് മാവ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. മാങ്ങ ഉണ്ടാകാറുണ്ട്, ഒരുപാട് ഉണ്ടാകാറില്ല, എന്നാലും ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു ചെറിയ മാവ് നട്ടിട്ടുണ്ട്. ഇത് അങ്ങ് കാണാമെന്നറിയില്ല. ടെറസിൻ്റെ മുകളിൽ ഒരു പേര നട്ടിട്ടുണ്ട്. ഒരു ഡ്രമ്മിനകത്ത് ഒരു പേര നട്ടിട്ടുണ്ട്. അതിലും കായ്ക്കാനൊന്നും തുടങ്ങിയില്ല. ഒരു കൗതുകത്തിന് വേണ്ടി അതിനകത്ത് നട്ടതാ. നോക്കാം. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പ്ലാന്റ്സ്. ഓക്കെ, താങ്ക് യു.